everyone, it's me Momsu. Welcome back to Smart Schooling Series episode 5. ഇന്നത്തെ സെഷൻ ഒരു ക്വസ്റ്റ്യനിലൂടെ തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്കറിയാം, ഒരു കർഷകന് വിത്ത് വിതയ്ക്കുന്നതിന് മുന്നേ എന്താണ് ചെയ്യാറുള്ളത്? അയാൾ ആദ്യം ഭൂമി ഒരുക്കും അല്ലേ? പിന്നെ എവിടെയാണ് വിത്തിടേണ്ടത് എന്ന് തീരുമാനിക്കും. ശേഷമാണ് ആ കർഷകന് കൃഷി സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ പഠനവും അതുപോലെ തന്നെയാണ്. നല്ല മാർക്ക് നേടണം, നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം തയ്യാറായിരിക്കണം. എന്താണത്? ഒരു നല്ല സ്റ്റഡി പ്ലാനർ. കാരണം പ്ലാനിങ് ഇല്ലാത്ത പഠനം എന്ന് പറയുന്നത് നമുക്കൊരു ദിശ അറിയാത്ത സ്ഥലത്തേക്ക് യാത്ര ചെയ്യുന്നത് പോലെയാണ്. ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒരു സ്റ്റഡി പ്ലാനർ എങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് സെറ്റ് ചെയ്യാം എന്നുള്ളതാണ്. ടിപ്പ് നമ്പർ 1, സ്റ്റാർട്ട് വിത്ത് എ ഗോൾ. അതായത്, നിങ്ങളൊരു ബസ് കയറിയിട്ട് ഡ്രൈവറോട് പറയാതിരുന്നാൽ എന്ത് സംഭവിക്കും? എവിടെയാണ് പോകേണ്ടതെന്ന് അറിയില്ലല്ലോ ഡ്രൈവർക്ക്. ഏത് സ്റ്റോപ്പിലാണ് നിങ്ങളെ ഇറക്കേണ്ടതെന്നും ഡ്രൈവർക്ക് അറിയില്ലല്ലോ. ഇല്ല. അതുപോലെ ഗോൾ ഇല്ലാതെ പഠിക്കുന്ന കുട്ടികളും പലപ്പോഴും എക്സോസ്റ്റഡ് ആയി പോവാറുണ്ട്. അതിനാൽ നിങ്ങൾ എന്നെ നിങ്ങളോട് ചോദിക്കുക, ഈ ഒരു ആഴ്ച ഞാൻ എന്ത് പഠിക്കണം, എന്തൊക്കെ കാര്യങ്ങൾ ഞാൻ കംപ്ലീറ്റ് ചെയ്യേണ്ടതുണ്ട്, ആൻഡ് ഈ ഒരു മന്തിൽ എന്തെല്ലാം കാര്യങ്ങളാണ് പൂർത്തിയാക്കേണ്ടത്. നിങ്ങളുടെ ഗോള് വ്യക്തമായ മാത്രമാണ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന പ്ലാനറിനും ഒരു വ്യക്തത വരുള്ളൂ. ഓക്കെ. ആൻഡ് ടിപ്പ് നമ്പർ 2, ഐഡന്റിഫൈ യുവർ പ്രയോറിറ്റി. ഒരു ദിവസം മുഴുവൻ നിങ്ങൾക്ക് പഠിക്കാൻ 2 മണിക്കൂർ മാത്രമേ ലഭിക്കുന്നുള്ളൂ എന്ന് കരുതാം. ആ സമയം എവിടെയൊക്കെയാണ് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്? നിങ്ങൾക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റിലാണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹാർഡായിട്ടുള്ള സബ്ജക്റ്റിലാണോ നിങ്ങൾ ഏറ്റവും കൂടുതൽ ടൈം കൊടുക്കേണ്ടത് എന്നൊക്കെ നിങ്ങൾ നോട്ട് ചെയ്യുക. ആൻഡ് ഒരിക്കലും വിജയിക്കുന്ന വിദ്യാർത്ഥികൾ എളുപ്പമുള്ള കാര്യങ്ങൾ ആദ്യം തിരഞ്ഞെടുക്കാറില്ല. അതുപോലെ തന്നെ ഹാർഡായ സബ്ജക്റ്റ് അവർ ഒഴിവാക്കി കളയാറുമില്ല. അതിനാൽ നിങ്ങൾ ചെയ്യേണ്ടത്, പഠിക്കാനിരിക്കുന്ന സമയത്ത് എത്ര അവേഴ്സ് ആണോ നിങ്ങൾ പഠിക്കുന്നത്, അതിൽ ഏറ്റവും ഹാർഡായിട്ടുള്ള സബ്ജക്റ്റിന് നിങ്ങൾ അധികം ടൈം ഡ്യൂറേഷൻ കൊടുത്തിട്ട് പ്ലാനർ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. ആൻഡ് ടിപ്പ് നമ്പർ 3, ബി റിയലിസ്റ്റിക്. പാരൻസും സ്റ്റുഡൻസും മനസ്സിലാക്കേണ്ട കാര്യം, പല സ്റ്റഡി പ്ലാനർ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചാലും നമ്മൾ പരാജയപ്പെട്ടു പോകുന്നത് ഒരു കാരണം കൊണ്ടാണ്. അതായത്, നമ്മൾ ആവേശം കൊണ്ടിട്ട് നമുക്ക് ഇപ്പോഴോ ചെയ്യാൻ പറ്റാത്ത തരത്തിൽ നമ്മൾ പ്ലാനർ സെറ്റ് ചെയ്ത് വെക്കും. അതുകൊണ്ടാണ് പലർക്കും അത് ഫോളോ ചെയ്യാൻ പറ്റാഞ്ഞാൽ ഇടയിൽ വെച്ച് സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും. ഒരു ദിവസം 10 ചാപ്റ്റർ പഠിക്കുമെന്ന് നിങ്ങൾ നിങ്ങളുടെ പ്ലാനറിൽ എഴുതി വെച്ചാൽ അത് നിങ്ങൾക്ക് ഓവർ പ്രഷർ, ഓവർ സ്ട്രെസ് നൽകുകയുള്ളൂ. അതിന് പകരം 1-2 ചാപ്റ്റർ ഒരു ദിവസം നല്ല വൃത്തിയായിട്ട് പഠിക്കുക, ആൻഡ് ഒരു ചാപ്റ്റർ റിവൈസ് ചെയ്യുക. അത്തരത്തിൽ സിമ്പിളായിട്ട് വേണം നിങ്ങൾ പ്ലാനർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ. ആൻഡ് ടിപ്പ് നമ്പർ 4, റിവിഷൻ ഇസ് എ മസ്റ്റ്. എല്ലാ സ്റ്റുഡൻസും ചെയ്യുന്നതാണ്. ഇന്ന് വൃത്തിക്ക് ഒരു ചാപ്റ്റർ പഠിച്ചിട്ടുണ്ടാകും, പിന്നെ ഒരു 2 days ഒക്കെ കഴിഞ്ഞ് നമ്മൾ വേറെ പുതിയ ടോപ്പിക്സ് കാര്യങ്ങളൊക്കെ പഠിക്കും. അതൊക്കെ കഴിഞ്ഞ് ഒരു 1 week ഒക്കെ കഴിഞ്ഞ് നമ്മൾ ആദ്യം പഠിച്ച ടോപ്പിക്ക് ചോദിക്കുന്ന സമയത്ത് അവർ മറന്നു പോകാറുണ്ട്. ഇവിടെ പറ്റുന്ന മിസ്റ്റേക്ക് എന്താണ്? റിവിഷൻ ഇല്ലാത്ത പ്രശ്നമാണ്. റിവിഷൻ എന്നത് എക്സാമിന് മുമ്പ് മാത്രം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമല്ല, അത് ദിവസവും ചെയ്യേണ്ട ഒരു ശീലമാണ്. നമ്മളൊരു ചെടിക്ക് ദിവസവും വെള്ളം കൊടുക്കുന്നത് പോലെ നമ്മൾ പഠിച്ചെടുത്ത ഓരോ അറിവിനും ദിവസവും റിവിഷൻ ആവശ്യമാണ്. നിങ്ങൾ പ്ലാനർ സെറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു റിവിഷൻ ടൈം എന്ന് പറഞ്ഞിട്ട് ഒരു ടൈം പീരീഡും കൂടെ നിങ്ങൾ സെറ്റ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് കേട്ടോ. ദെൻ ടിപ്പ് നമ്പർ 5, ഡോണ്ട് ഇഗ്നോർ ബ്രേക്സ്. അതായത്, നമ്മളിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 45 minutes ഒക്കെ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ബ്രെയിനും ബോഡിക്കും നമ്മളൊരു ബ്രേക്ക് കൊടുക്കുക എന്നുള്ളതാണ്. ഒരു 5 or 10 minutes കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കുന്നത് ഒരു സ്മാർട്ട് ലേണിംഗ് മെത്തേഡ് അല്ല. ഓക്കെ. ഒരു 45 minutes പഠിച്ചാൽ ഒരു 5 minutes നിങ്ങൾ ബ്രേക്ക് എടുക്കുക. ആ ഒരു ബ്രേക്കിനിടയിൽ നിങ്ങൾക്ക് വെള്ളം കുടിക്കാം, സ്മോൾ ബോഡി മൂവ്മെന്റ്സ് കാര്യങ്ങളൊക്കെ ചെയ്യാം. നിങ്ങൾ അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് സ്ക്രീൻ ടൈം കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ് കേട്ടോ. ടിപ്പ് നമ്പർ 6, റൈറ്റ് ഇറ്റ് ഡൗൺ. നിങ്ങളൊരു കാര്യം മനസ്സിൽ മാത്രം കീപ്പ് ചെയ്താൽ അത് മറന്നു പോകാൻ സാധ്യതയുണ്ട്. നിങ്ങൾ സ്റ്റഡി പ്ലാനർ തയ്യാറാക്കുന്ന സമയത്ത് അതൊരു നോട്ട്ബുക്കിൽ, ഒരു പെർഫെക്റ്റ് നോട്ട്ബുക്കിൽ നിങ്ങൾ തയ്യാറാക്കി വെക്കുക. നമ്മൾ എഴുതി വെക്കുന്ന കാര്യത്തിൽ നമുക്ക് കൂടുതൽ കമ്മിറ്റ്മെന്റ് ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. പ്ലാനർ നിങ്ങൾ മസ്റ്റായിട്ടൊരു ബുക്കിലോ ഡയറിയിലോ നിങ്ങൾ നോട്ട് ചെയ്യുക. ശേഷം നിങ്ങൾ
പൂർത്തിയാക്കിയ ശേഷം ഓരോ ദിവസവും നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ആ ഓരോ ടാസ്കിന് മുന്നിലും നിങ്ങൾ ടിക്ക് മാർക്ക് ചെയ്യുക എന്നുള്ളതാണ്. സോ നിങ്ങൾ ആ ഒരു ടിക്ക് മാർക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഉള്ളിൽ ഹാപ്പിനെസ് ഫീൽ ചെയ്യും. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രോഗ്രസ് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടും സാധിക്കും. ആൻഡ് ടിപ്പ് നമ്പർ 7, റിവ്യൂ യുവർ സെൽഫ്. അതായത് ഓരോ വീക്കെൻഡിലും ഒരു 10 or 15 മിനിറ്റ്സ് നിങ്ങൾ മാറ്റി വെക്കുക. എന്നിട്ട് നിങ്ങൾ തന്നെ ഒന്ന് സ്വയം വിലയിരുത്തുക. നിങ്ങൾ തന്നെ സ്വയം ചോദിക്കുക, ഈ ഒരു വീക്കിൽ എനിക്ക് എന്തൊക്കെ കാര്യങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റി. ഞാൻ നോട്ട് ചെയ്തിട്ടുള്ള, ഞാൻ പ്ലാനറിൽ ചെയ്ത് വെച്ചിട്ടുള്ള, ഒരു വീക്കിലി പ്ലാനറിൽ ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയോ? എവിടെയാണ് എനിക്ക് പെൻഡിങ് ഉള്ളത്? അടുത്ത വീക്കിൽ എനിക്ക് ഇതിനെ എങ്ങനെ മെച്ചപ്പെടുത്തിയെടുക്കാം എന്നൊക്കെ നിങ്ങൾ സെൽഫ് റിവ്യൂ ചെയ്യുക. സോ ലൈഫിൽ സക്സസ് ആവുന്ന ആളുകളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവർ മറ്റുള്ളവരെക്കാൾ കൂടുതൽ അവരെ തന്നെ സെൽഫ് റിവ്യൂ ചെയ്യുന്നവരാണ്. സോ ഡിയർ സ്റ്റുഡൻസ്, വിജയിക്കുന്ന കുട്ടികളെല്ലാവരും ജീനിയസ് അല്ല, പക്ഷെ അവർക്കൊക്കെ ഒരു ഹാബിറ്റ് ഉണ്ടായിരിക്കും. അവർ ടൈമിനെ മാനേജ് ചെയ്യുന്നവരായിരിക്കും, അവരൊരു പ്ലാനർ ഫോളോ ചെയ്യുന്നവരായിരിക്കും, അതുപോലെ തന്നെ ഡിസിപ്ലിന്, കൺസിസ്റ്റൻസി കാര്യങ്ങളൊക്കെ അവരുടെ ലൈഫിൽ അവർ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നവരായിരിക്കും. ഓക്കെ, സോ എനിക്ക് പാരൻസിനോട് പറയാനുള്ളത്, നിങ്ങളുടെ കുട്ടിക്ക് ഒരു പ്ലാനർ വാങ്ങിക്കൊടുക്കുന്നത് ഒരു ബെസ്റ്റായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ അതിലും പ്രധാനപ്പെട്ടത് അവരോടൊപ്പം ഇരുന്ന് നിങ്ങൾ അവർക്ക് പ്ലാനർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് അവരെ ഹെൽപ്പ് ചെയ്യുക. അവരുടെ പ്രയോറിറ്റിക്ക് അനുസരിച്ചിട്ട് അത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുക. ആൻഡ് അവരെ ജഡ്ജ്മെൻ്റ് ഇല്ലാതെ കേൾക്കുക, അവരെ മനസ്സിലാക്കുക. നിങ്ങളുടെ മക്കളെ നിങ്ങൾ കമ്പയർ ചെയ്യാതിരിക്കുക, അവരെ ഗൈഡ് ചെയ്യുക, അവരുടെ ഓരോ എഫേർട്ടിനെയും അപ്രിഷ്യേറ്റ് ചെയ്യുക, എൻകറേജ് ചെയ്യുക. കാരണം സപ്പോർട്ടീവ് പാരൻസ് എന്ന് പറയുന്നത് കുട്ടികളുടെ കോൺഫിഡൻസും ഇൻക്രീസ് ചെയ്യിപ്പിക്കും. അതുപോലെ തന്നെ നമ്മൾ സപ്പോർട്ടീവ് പാരൻസ് ആണെങ്കിൽ അത് അവർക്കുള്ള ഒരു ഏറ്റവും വലിയൊരു മോട്ടിവേഷൻ തന്നെയായിരിക്കും. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, നമ്മുടെ ചാനൽ യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. ആൻഡ് സ്റ്റഡി പ്ലാനർ റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക, ഞാൻ റിപ്ലൈ തരുന്നതാവും.